ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. പരമമാം ബിന്ദുവല്ലോ നിറഞ്ഞിരിപ്പൂ ഭൂവിൽ നിറഞ്ഞു ശിവശക്തി നിന്നിലൂടവേ. നിറഞ്ഞു ശിവശക്തി നിന്നിലൂടവേ. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. അങ്ങു ദൂരെ വാഴുമാ ജ്യോതിയേ ഇങ്ങി ധരണിയിലെത്തിച്ചതും നീയേ. അങ്ങു ദൂരെ വാഴുമാ ജ്യോതിയേ ഇങ്ങി ധരണിയിലെത്തിച്ചതും നീയേ. ദ്വയമില്ലൊരിക്കലും ഒന്നായ നിങ്ങളിൽ അദ്വൈതരായി വാഴും ബാബ്ദാദയായി. ദ്വയമില്ലൊരിക്കലും ഒന്നായ നിങ്ങളിൽ അദ്വൈതരായി വാഴും ബാബ്ദാദയായി. അദ്വൈതരായി വാഴും ബാബ്ദാദയായി. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. നിറവോടെ നിന്നെ പകർത്തിയ ഞങ്ങൾക്കോ കിട്ടിയതീന്ദ്രിയ സുഖസാഗരം. നിറവോടെ നിന്നെ പകർത്തിയ ഞങ്ങൾക്കോ കിട്ടിയതീന്ദ്രിയ സുഖസാഗരം. ശാന്തിയും ശക്തിയും സുഖവുമെല്ലാമേകി ഭൂവിലെ ഞങ്ങൾ തൻ സോദരർക്കായി. ശാന്തിയും ശക്തിയും സുഖവുമെല്ലാമേകി ഭൂവിലെ ഞങ്ങൾ തൻ സോദരർക്കായി. ഭൂവിലെ ഞങ്ങൾ തൻ സോദരർക്കായി. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. പരമമാം ബിന്ദുവല്ലോ നിറഞ്ഞിരിപ്പൂ ഭൂവിൽ നിറഞ്ഞു ശിവശക്തി നിന്നിലൂടവേ. നിറഞ്ഞു ശിവശക്തി നിന്നിലൂടവേ. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ.
ചരണങ്ങളോ നിൻ ചാരത്തണഞ്ഞിടാനായി സംഗമ ഗോപികമാർ നമ്മൾ ഈ യുഗ ഗോപികമാർ സംഗമ ഗോപികമാർ നമ്മൾ ഈ യുഗ ഗോപികമാർ നമ്മൾ തൻ കോപൻ ശിവന്റെ ശിവാനിമാർ നമ്മൾ ശിവപാർവതിമാർ നമ്മൾ ശിവപാർവതിമാർ സംഗമ ഗോപികമാർ നമ്മൾ ഈ യുഗ ഗോപികമാർ ഹൃദയങ്ങളോ നിന്നെ പ്രതിഷ്ഠിക്കും പീഠങ്ങളായി ശ്വാസങ്ങളോരോന്നും നിൻ മന്ത്രങ്ങളായി മനസ്സും ബുദ്ധിയും നിന്നോർമ്മയ്ക്കായി നിന്നോടുള്ള സ്നേഹം കേടാ വിളക്കായി സംഗമ ഗോപികമാർ നമ്മൾ ഈ യുഗ ഗോപികമാർ സംഗമ ഗോപികമാർ നമ്മൾ ഈ യുഗ ഗോപികമാർ നമ്മൾ തൻ കോപൻ ശിവന്റെ ശിവാനിമാർ നമ്മൾ ശിവപാർവതിമാർ നമ്മൾ ശിവപാർവതിമാർ സംഗമ ഗോപികമാർ നമ്മൾ ഈ യുഗ ഗോപികമാർ ബാബാ ശിവ ബാബാ ബാബാ ശിവ ബാബാ ബാബാ ശിവ ബാബാ ബാബാ ശിവ ബാബാ മധുപനിലേ ബാബാ മുരളീധരനെ അനന്തകോടി ഹൃത്തിൽ ജ്വലിക്കും ലോകത്തിനു നേർവഴി കാട്ടും നിന്നെ ഞാൻ എന്തു വിളിക്കും ബാബാ നിന്നെ ഞാൻ എന്തു വിളിക്കും നിന്നെ ഞാൻ എന്തു വിളിക്കും ബാബാ നിന്നെ ഞാൻ എന്തു വിളിക്കും സർവരുടെ ഭാഗ്യ വിധാതാവായ ഉള്ളിനെ പുഷ്പമാക്കുന്ന ബാബാ സർവരുടെ ഭാഗ്യ വിധാതാവായ ഉള്ളിനെ പുഷ്പമാക്കുന്ന ബാബാ അമൂല്യവും അനുപമവുമായ
സദാധാരണത്വം കണ്ട ആബുഭൂമിയെ തീർത്ഥമാക്കിയ ഞങ്ങളിൽ അസാധാരണത്വം കണ്ട ആബുഭൂമിയെ തീർത്ഥമാക്കിയ ആബുഗിരി ശൃംഗത്തെ സ്വർഗമാക്കിയ ആബുഗിരി ശൃംഗത്തെ സ്വർഗമാക്കിയ നിന്നെ ഞാൻ എന്തു വിളിക്കും ബാബാ, നിന്നെ ഞാൻ എന്തു വിളിക്കും? മധുപനിലേ ബാബാ മുരളീധരനെ അനന്തകോടി ഹൃത്തിൽ ജ്വലിക്കും ലോകത്തിനു നേർവഴി കാട്ടും നിന്നെ ഞാൻ എന്തു വിളിക്കും ബാബാ, നിന്നെ ഞാൻ എന്തു വിളിക്കും ബാബാ, നിന്നെ ഞാൻ എന്തു വിളിക്കും ബാബാ, നിന്നെ ഞാൻ എന്തു വിളിക്കും ബാബാ. പരമേശ്വര പ്രിയരല്ലോ ഈ പാർവതിമാർ, പരമനാം നിന്നിൽ അഭയം പ്രാപിച്ചോരല്ലോ. വിശ്വനാഥൻ സനാഥത്വമേകിയോരല്ലോ. കൊടും തപസ്വിനിമാരായി വാഴ്ത്തിയൊരല്ലോ. ഉഗ്രതപസനുഷ്ഠിച്ച ശിവകാമിമാരിവർ, ഉഗ്രതപസനുഷ്ഠിച്ച ശിവകാമിമാരിവർ, ജന്മങ്ങളായുള്ള തപസിൻ ഫലമോ നേടിയവർ നിൻ ഹൃദയസിംഹാസനം. അവിടെ വാണവർ യുഗങ്ങളോളം. നേടിയവർ നിൻ ഹൃദയസിംഹാസനം. അവിടെ വാണവർ യുഗങ്ങളോളം. പരമേശ്വര പ്രിയരല്ലോ ഈ പാർവതിമാർ, പരമനാം നിന്നിൽ അഭയം പ്രാപിച്ചോരല്ലോ. വിശ്വനാഥൻ സനാഥത്വമേകിയോരല്ലോ. കൊടും തപസ്വിനിമാരായി വാഴ്ത്തിയൊരല്ലോ.
രാവറിയാതെ പകലറിയാതെ രാവറിയാതെ പകലറിയാതെ ഋതുഭേദങ്ങൾ അറിയാതെ ഉറ്റക്കാലിൽ തപസനുഷ്ഠിച്ചവർ നിൻ തൃക്കണ്ണൊന്നു തുറന്നിടാൻ. ഉറ്റക്കാലിൽ തപസനുഷ്ഠിച്ചവർ നിൻ തൃക്കണ്ണൊന്നു തുറന്നിടാൻ. പരമേശ്വര പ്രിയരല്ലോ ഈ പാർവതിമാർ. പരമനാം നിന്നിൽ അഭയം പ്രാപിച്ചോരല്ലോ. വിശ്വനാഥൻ സനാഥത്വമേകിയോരല്ലോ. കൊടും തപസ്വിനിമാരായി വാഴ്ത്തിയോരല്ലോ. പാർവതിയാം തപസ്വിനി നേടി ശിവനെ. ഓം ശാന്തി. ഈ ദേഹമാകുന്ന മൺവിളക്കിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മദീപമാണ് ഞാൻ. ദേഹത്തിൽ നിന്നും വേറിട്ട് അനുഭവം ചെയ്യൂ. ആത്മദീപമായ എന്നിൽ നിന്നുമുള്ള സപ്തഗുണങ്ങളുടെ പ്രകാശം എൻ്റെ മസ്തകത്തിൽ നിന്നും നാനാഭാഗത്തേക്കും വ്യാപിക്കുന്നു. സപ്തഗുണങ്ങളുടെയും സപ്തവർണ്ണങ്ങൾ ആത്മാവായ എന്നിൽ നിന്നും ഈ വിശ്വം മുഴുവനും ദൂരെ ദൂരെ വ്യാപിക്കുകയാണ്.
ഞാൻ വിശ്വത്തിലെ തന്നെ പ്രകാശരത്നമാണ്. അനുഭവം ചെയ്യൂ. വിശ്വം മുഴുവനും ഭൂമി മുഴുവനും പ്രകാശിപ്പിക്കുന്ന പ്രകാശരത്നം. ഭൂമിയിലെ പ്രകാശം ഭൂമിയിലുള്ള സർവാത്മാക്കൾക്കും വഴി കാണിച്ചു കൊടുക്കുന്ന വഴികാട്ടിയാണ് ഞാൻ. ഒരു ലൈറ്റ് ഹൗസിനെ പോലെ വിശ്വം മുഴുവനും പ്രകാശം വ്യാപിപ്പിക്കൂ. ഭൂമിയിലെ സർവർക്കും ഈശ്വരനിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കും. സപ്തവർണ്ണങ്ങളോടെ പ്രകാശിക്കുന്ന പ്രകാശരശ്മികളാൽ ഞാൻ ആത്മദീപം വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പ്രകാശകിരണങ്ങളും വിശ്വത്തിലുള്ള സർവാത്മാക്കൾക്കും ഒരഭയസ്ഥാനം പോലെ ആശ്രയം പോലെ സർവരുടെയും മനസ്സിനെ തൃപ്തമാക്കുകയാണ്. ഞാൻ ഈ സൃഷ്ടി നാടകത്തിൻ്റെ അന്തിമ സമയത്ത് സർവാത്മാക്കളുടെയും വഴികാട്ടിയായി വിശ്വമംഗളത്തിൻ്റെ കർത്തവ്യം ചെയ്യുന്ന വിശ്വമംഗളകാരി ആത്മാവാണ്. തൻ്റെ മസ്തകമധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മചൈതന്യത്തെ ദർശിക്കൂ. ഞാൻ ആത്മജ്യോതി ഈ ദേഹത്തിൽ നിന്നും ഒരു സെക്കൻഡ് കൊണ്ട് വേറിടുകയാണ്. പരമാത്മ സൂര്യൻ്റെ അരികിലേക്ക് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് പറന്നു ചെല്ലുകയാണ്. ബാബ എന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച്
ബാബയുടെ പക്കലേക്ക് പറന്നു ചെല്ലൂ. ഈ ലോകത്തിൽ നിന്നും സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കും അപ്പുറത്തുള്ള ആ പരംധാമത്തിലേക്ക് ഞാൻ ആത്മജ്യോതി പറന്നുയരുകയാണ്. തൻ്റെ സ്വന്തം വീട്ടിലേക്ക് സുവർണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ് ബ്രഹ്മലോകത്തിൽ ആത്മാക്കളുടെ നിജധാമം, എൻ്റെ സ്വന്തം വീട്, ശാന്തി നിർഭരമായ ശാന്തിധാമത്തിൽ സ്വയത്തെ മുക്തപ്പെട്ട സ്ഥിതിയിൽ അനുഭവം ചെയ്യൂ. സർവ്വതിൽ നിന്നും മുക്തം, ബന്ധനമില്ല, ഭാരമില്ല. സമയത്തിൻ്റെ പരിധിക്കുമപ്പുറത്തുള്ള ഈ ശാന്തിയുടെ ലോകത്ത്, മുക്തിധാമത്തിൽ സർവ്വതിൽ നിന്നും സ്വതന്ത്രമായി ഞാൻ ആത്മജ്യോതി ആകാശത്തെ നക്ഷത്രത്തെ പോലെ പ്രകാശിച്ചു നിൽക്കുകയാണ്. അനുഭവം ചെയ്യൂ. അല്പസമയത്തേക്ക് ഞാൻ സർവ്വതിൽ നിന്നും സ്വതന്ത്രമാണ്, ഭാരരഹിതമാണ്. കർമ്മബന്ധനത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ ഒന്നിൻ്റെയും ഭാരമില്ല. സംബന്ധത്തിൻ്റെയോ എൻ്റെ നിൻ്റെ എന്നുള്ള ഭാവത്തിൻ്റെയോ ദേഹത്തിൻ്റെ സർവസംബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മുക്തപ്പെട്ട അവസ്ഥ. ഈ സ്വതന്ത്രാവസ്ഥയുടെ അനുഭവം ചെയ്യൂ. സങ്കല്പരഹിതമായ അവസ്ഥ, നിസ്സങ്കൽപ്പാവസ്ഥ. തൻ്റെ സങ്കല്പങ്ങളെ പോലും ശാന്തമാക്കിയ ഈ അവസ്ഥയിൽ ഞാനിവിടെ പരലോകത്തിൽ
സമ്പൂർണ്ണ നിശ്ചലതയുടെ, സമ്പൂർണ്ണ നിശബ്ദതയുടെ, സമ്പൂർണ്ണ ശാന്തിയുടെ അവസ്ഥ അനുഭവം ചെയ്യുന്നു. അല്പസമയം പരംധാമത്തിലുള്ള സമ്പൂർണ്ണ ശാന്തി അനുഭവം ചെയ്യാം.
സമ്പൂർണ്ണ ശാന്തിയുടെ ഈ ലോകത്ത് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് പരംധാമത്തിൽ ഭ്രമണം ചെയ്യൂ. സർവാത്മാക്കളാലും അലങ്കരിക്കപ്പെട്ട പ്രകാശത്തിൻ്റെ തലകീഴായ വൃക്ഷത്തിന് സമാനം ആത്മാക്കളുടെ നിരാകാരി വൃക്ഷത്തെ ഞാൻ കാണുകയാണ്. ക്രിസ്മസ് ട്രീ അലങ്കരിച്ച പോലെ സർവാത്മാക്കളും ദിവ്യഗുണങ്ങളാലും ശക്തികളാലും അലങ്കരിക്കപ്പെട്ട അലങ്കാരവൃക്ഷം, പ്രകാശനിർമ്മിതമായ വൃക്ഷം, നിരാകാരി ആത്മാക്കളുടെ തലകീഴായ വൃക്ഷം ഞാൻ സാക്ഷിയായി വീക്ഷിക്കുകയാണ്. സർവാത്മാക്കളും അവരവരുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് തൂക്കിയിട്ട മണികളെ പോലെ ശാന്തസ്വരൂപരായി ദിവ്യഗുണങ്ങളാലും ശക്തികളാലും നാനാഭാഗത്തേക്ക് ദിവ്യഗുണങ്ങളുടെയും ശക്തികളുടെയും അലങ്കാരം കിരണങ്ങൾ പൊഴിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. എത്ര മനോഹരമായ ഒരു ദൃശ്യമാണിത്. ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ തന്നെ സുന്ദരമായി പ്രകാശിക്കുന്ന ഈ ദൃശ്യം സർവരും നിശ്ചലമായി, നിശ്ചിന്തമായി, നിശബ്ദമായി, ശാന്തതയോടെ സ്ഥിതി ചെയ്യുന്നു. പരമാത്മസൂര്യനിൽ നിന്നുമുള്ള പ്രകാശകിരണങ്ങൾ സർവാത്മാക്കളിലേക്കും സ്പർശിക്കുമ്പോൾ സർവാത്മാക്കളുടെയും തിളക്കം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ഈ പ്രകാശത്തിൻ്റെ സാഗരത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് സ്വയത്തെ ശാന്തവും ശക്തിശാലിയുമായ അവസ്ഥയിലിരുത്തും. സർവശക്തനായ
പരംപിതാ പരമാത്മാവിൽ നിന്നുമുള്ള സർവശക്തികളുടെയും കറന്റ് സ്വീകരിക്കൂ. ലൈറ്റും മൈറ്റും സ്വീകരിക്കൂ. ഈശ്വരീയ ശക്തികളാൽ പരംധാമത്തിലുള്ള സർവാത്മാക്കളും ഈശ്വരീയ കറന്റിലൂടെ തൻ്റെ ഊർജത്തെ, പ്രകാശത്തെ വർദ്ധിപ്പിക്കുന്നു. ആത്മാവായ എന്നിലേക്കും ജ്ഞാനസൂര്യനായ ബാബയിൽ നിന്നുമുള്ള പ്രകാശകിരണങ്ങൾ പ്രകാശരശ്മികൾക്ക് സമാനം, ലേസർ രശ്മികൾക്ക് സമാനം ഞാൻ ആത്മാവിലേക്ക് പതിയുകയാണ്. ആത്മാവായ എന്നിലുള്ള ജന്മജന്മാന്തര അഴുക്കുകളെ നശിപ്പിക്കുന്ന വിധത്തിൽ അത്രയും തീക്ഷണമായ ലേസർ രശ്മികൾ സൂര്യപ്രകാശത്തിന് കണക്കെ എന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അനുഭവം ചെയ്യൂ. ആത്മാവായ എന്നിലെ 63 ജന്മങ്ങളുടെ കർമ്മക്കണക്കുകൾ ഓരോ ലെയറായി അടിഞ്ഞുകൂടിയിട്ടുള്ള പാപത്തിൻ്റെയും വ്യർത്ഥത്തിൻ്റെയും സ്വഭാവ സംസ്കാരങ്ങളുടെ, കർമ്മബന്ധങ്ങളുടെ, ബന്ധനങ്ങളുടെ ഓരോ ലെയറുകളും പതുക്കെ പതുക്കെ കരിഞ്ഞ് ഭസ്മമാക്കുകയാണ്. ആത്മാവിൻ്റെ സ്വതസിദ്ധമായ സംസ്കാരം, സുഖശാന്തി ആനന്ദത്തിൻ്റെ പവിത്രതയുടെ സംസ്കാരം അന്തർലീനമായി നിധിയെപ്പോലെ ആഴത്തിൽ കിടക്കുന്ന ആ സതോപ്രധാന സംസ്കാരം പതുക്കെ പതുക്കെ പൊങ്ങി വരികയാണ്. എത്രത്തോളം ഈശ്വരീയ ശക്തിയുടെ കിരണങ്ങൾ എന്നിലേക്ക് പതിയുന്നു, അതിനനുസരിച്ച് അറുപത്തിമൂന്ന് ജന്മത്തിലെ ഓരോ ലെയറുകളും കത്തിക്കരിയുകയാണ്, ഭസ്മമായി ഇല്ലാതാകുകയാണ്. ഓരോ ജന്മങ്ങളിലുള്ള പാപഭാരങ്ങളും പൂർണ്ണമായും ഇല്ലാതാകുന്നതോടെ എന്നിലടങ്ങിയിരിക്കുന്ന സതോപ്രധാന സംസ്കാരം എമർജ് രൂപത്തിലേക്ക് വരുന്നതായി സങ്കല്പം ചെയ്യൂ. ആത്മാവായ ഞാൻ
ഇപ്പോൾ പരിശുദ്ധമായ സ്വർണത്തിന് സമാനമായി തീർന്നിരിക്കുകയാണ്. ശിവബാബയ്ക്കു സമാനം മാസ്റ്റർ സാഗരനായി, മാസ്റ്റർ മുക്തി ജീവൻ മുക്തി ദാതാവായി ഞാൻ മാറിയിരിക്കുന്നു. ബാബ് സമാന അവസ്ഥ അനുഭവം ചെയ്യൂ. പരമാത്മ സൂര്യന് മുന്നിൽ ഒരു സൂര്യകാന്തി പുഷ്പത്തെ പോലെ തന്നിലുള്ള സർവപ്രകാശവും നാനാഭാഗത്തേക്കും വിടർത്തി നിൽക്കുന്ന ആത്മാവായ എന്നിൽ നിന്നും പ്രകാശവും ശക്തിയും മാത്രം നാനാഭാഗത്തേക്കും വർഷിച്ചുകൊണ്ടിരിക്കുന്നതായി അനുഭവം ചെയ്യൂ. ഞാൻ എൻ്റെ സദോപ്രധാന സ്വരൂപത്തിൽ പരമാത്മാ സാഗരത്തിൽ ലയിക്കുന്ന ഒരു നദിയെപ്പോലെ, ജ്ഞാനഗംഗയെപ്പോലെ സ്വയത്തെ പരമാത്മ സ്നേഹത്തിൽ മഗ്നമായി കാണൂ. സാഗരന്റെ മക്കളായ നമ്മൾ കുട്ടിസാഗരനായി തന്നിലുള്ള സുഖശാന്തിയുടെ അലകൾ മറ്റുള്ളവരിലേക്കും എൻ്റെ സഹോദര ആത്മാക്കളിലേക്കും ഒഴുക്കിക്കൊണ്ട് പരംധാമം മുഴുവനായും സുഖശാന്തിയുടെ അലകളാൽ സമ്പന്നമായിരിക്കുകയാണ്. ഓരോരോ സാഗരത്തിൻ്റെ മക്കളിൽ നിന്നും ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചലകൾ പരംധാമത്തെ മുഴുവനായും സമ്പൂർണ്ണ ശാന്തിയിൽ, സമ്പൂർണ്ണ സദോപ്രധാനാവസ്ഥയിൽ എനിക്ക് അനുഭവമാകുന്നു. ബാബ് സമാൻ മാസ്റ്റർ സാഗരനാണെന്നുള്ള അനുഭവം ചെയ്യും.
ഞാനിപ്പോൾ ബാബയ്ക്ക് സമാനം മുക്തിദാതാവായി അനുഭവം ചെയ്യുകയാണ്. സമ്പൂർണമായും സർവ്വതിൽ നിന്നും സ്വതന്ത്രമായ അവസ്ഥ, മുക്തപ്പെട്ട അവസ്ഥ. ബാബയുടെ കിരണങ്ങളിൽ ആകർഷിക്കപ്പെട്ട് ബാബയുടെ സമീപത്തേക്ക് പോകൂ. ഏറ്റവും സമീപത്ത്, നിർസങ്കൽപ്പാവസ്ഥയിൽ ബാബയ്ക്ക് തൊട്ട് സമീപത്ത് സ്വയത്തെ അനുഭവം ചെയ്യൂ. അല്പസമയം ബാബയുടെ സർവ ശക്തികളും ഗുണങ്ങളും ആത്മാവായ എന്നിലേക്ക് പതിയുന്നത് പോലെ ബാബയിൽ നിന്നുള്ള ലൈറ്റും മൈറ്റും ഞാൻ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മാസ്റ്റർ മുക്തിദാതാവാണെന്നുള്ള സ്വമാനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദൂരത്തേക്ക് സർവാത്മാക്കളിലേക്കും പ്രകാശകിരണങ്ങൾ വ്യാപിച്ചുകൊണ്ട് ഓരോ ആത്മാക്കൾക്കും സത്യമായ മുക്തിയുടെ അനുഭവം ചെയ്യിക്കൂ. ബാബയോടൊപ്പം കമ്പൈൻഡ് ആയിരിക്കൂ. കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യൂ. സാഗരനായ ബാബയും മാസ്റ്റർ സാഗരനായ എന്നിലൂടെയും സുഖശാന്തി പവിത്രതയുടെ അലകൾ വിശ്വത്തിലെ സർവാത്മാക്കൾക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവാത്മാക്കളും തൻ്റെ പഴയ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ആത്മാവിലെ സർവ ദൗർബല്യങ്ങളിൽ നിന്നും മുക്തമാകുന്നു. മനോബലം വർദ്ധിക്കുന്നു. ജീവിതത്തിലുള്ള വിഘ്നങ്ങളിൽ നിന്നും സർവരും മുക്തമാകുകയാണ്. ശിവബാബയിൽ നിന്നും ശിവബാബയുടെ കിരണങ്ങളിൽ നിന്നും
ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈറ്റും മൈറ്റും ശിവശക്തിയായ എന്നിലൂടെ പ്രവഹിച്ചുകൊണ്ട് സർവാത്മാക്കളെയും മുക്തമാക്കുകയാണ്. വിശ്വത്തിലെ ഓരോ ആത്മാക്കളിലേക്കും ഈ പ്രകാശകിരണങ്ങൾ ചെന്നെത്തുന്നതായി കാണൂ. ഓരോ ആത്മാക്കളുടെയും തൃക്കണ്ണ് തുറക്കുകയാണ്. ഈ പ്രകാശരശ്മികൾ സർവാത്മാക്കളുടെയും ആന്തരിക നേത്രത്തെ തുറപ്പിക്കുന്നു. വിശ്വത്തിലെ ഓരോ കോണുകളിലേക്കും ഈ പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. മാസ്റ്റർ മുക്തിദാതാവായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പഞ്ചതത്വങ്ങളെയും പരിശുദ്ധമാക്കുന്നതിനുള്ള, സതോ പ്രധാനമാക്കുന്നതിനുള്ള ലൈറ്റും മൈറ്റും നൽകൂ. ഈ ഭൂമി മുഴുവനും അന്ധകാരത്തിൽ നിന്നും മുക്തമാകുന്നതായി കാണും. ശിവബാബയിൽ നിന്നും ശിവശക്തികളിൽ നിന്നുമുള്ള ഓരോരോ പ്രകാശപ്രകമ്പനങ്ങളും സർവർക്കും മുക്തപ്പെട്ട അവസ്ഥ നൽകുന്നു. വിശ്വത്തിലെ അന്ധകാരത്തെ ഇല്ലാതാക്കി വിശ്വം മുഴുവനും പ്രകാശത്തിലേക്ക് പോകുന്നതായി സങ്കല്പിക്കൂ. ഭൂമിയിലെ ഓരോരോ ചൈതന്യ നക്ഷത്രങ്ങളും തൻ്റെ സതോ പ്രധാനതയുടെ തിളക്കത്താൽ ഗുണങ്ങളാൽ ശക്തികളാൽ സമ്പന്നമാകുകയാണ്. കമ്പൈൻഡ് സ്വരൂപാവസ്ഥയിലിരുന്നുകൊണ്ട് സർവ ഭക്താത്മാക്കളെയും തൃപ്തരാക്കൂ. സർവർക്കും ഭക്തിയുടെ ഫലം നൽകൂ. മുക്തി ജീവൻ മുക്തി നൽകൂ. ഈ അന്തിമ സമയത്തുള്ള ബാബയോടൊപ്പമുള്ള ഈ അന്തിമ സേവനത്തിൽ തൻ്റെ ഓരോ ശ്വാസവും സങ്കല്പവും നൽകും. അങ്ങനെ വിശ്വം മുഴുവനും പ്രകാശപൂരിതമാവുകയാണ്. ഈ ഒരു ദൃശ്യം എമർജ് ചെയ്യൂ. ഓരോ ആത്മാക്കളും തമോ പ്രധാനതയിൽ നിന്നും സതോ പ്രധാന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു സുന്ദരമായ ദൃശ്യം തൻ്റെ മുന്നിൽ കാണും.
ഭൂമി മുഴുവനും ദീപാലങ്കൃതമായ ദൃശ്യം. ദീപാവലിയിൽ മൺചിരാത് കൊളുത്തിവെക്കുന്നത് പോലെ സർവാത്മാക്കളാകുന്ന ദീപവും ദേഹമാകുന്ന മൺവിളക്കിൽ പ്രകാശിച്ചു നിൽക്കുന്ന ദൃശ്യം ഈ ഭൂമിയിൽ കാണും. വിശ്വം മുഴുവനും ദീപാവലിയായിരിക്കുകയാണ്. പരിധിയില്ലാത്ത ദീപാവലി. ഓം ശാന്തി.
ആ